ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡെറിവേഷൻ ഓഫ് ദി ബി പി കർവ്. ബി പി എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കർവിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. The balance of payment or BP curve shows various combinations of the level of income and the rate of interest at which the nation's balance of payment is in equilibrium at a given exchange rate. ഒരു ഗിവൺ എക്സ്ചേഞ്ച് റേറ്റിൽ അല്ലെങ്കിൽ വിനിമയ നിരക്കിൽ ഒരു രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷനെ കാണിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും ഇൻകത്തിൻ്റെയും വിവിധ കോമ്പിനേഷൻസിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കർവിൽ സൂചിപ്പിക്കുന്നത്. The balance of payment of a nation is composed of a current account, a capital account and the official reserve account. ഒരു രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് പ്രധാനമായും 3 അക്കൗണ്ടുകളാണ് വരുന്നത്. ഒന്നാമത്തത് കറണ്ട് അക്കൗണ്ട്, രണ്ടാമത്തത് ക്യാപിറ്റൽ അക്കൗണ്ട്, മൂന്നാമത്തെയാണ് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട്. If the demand for and supply of a currency is in balance, there is no need for the central bank to change the holdings of foreign exchange reserves. കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും തുല്യമാണെങ്കിൽ, ബാലൻസിലാണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ കേന്ദ്ര ബാങ്കിന് മാറ്റം വരുത്തേണ്ട ആവശ്യം വരുന്നില്ല. If there is a current account deficit, there need to be an offsetting surplus in the capital account to have equilibrium in the balance of payments. ഇനി കറണ്ട് അക്കൗണ്ടിൽ ഡെഫിസിറ്റ് വരികയാണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഇക്വിലിബ്രിയം നിലനിർത്തണമെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ വന്ന ഡെഫിസിറ്റ് എത്രയാണോ അത്രയും എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ സർപ്ലസ് ആവണം. എങ്കിൽ മാത്രമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. If there is a current account surplus, there need to be an offsetting deficit in the capital account to have equilibrium in the balance of payment. അതുപോലെ കറണ്ട് അക്കൗണ്ടിൽ സർപ്ലസ് ആണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഇക്വിലിബ്രിയം നിലനിർത്തണമെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ വന്ന സർപ്ലസ് എത്രയാണോ അത്രയും എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെഫിസിറ്റ് ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ ഫോളോ ചെയ്താൽ മാത്രമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഇക്വിലിബ്രിയം ഉണ്ടാവുകയുള്ളൂ. Exports are assumed to be independent of the level of national income and the rate of interest, but imports are positively related to the national income. ഇനി ഇവിടെ എക്സ്പോർട്ടിനെ കുറിച്ചും ഇമ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. എക്സ്പോർട്ടിന് ദേശീയ വരുമാനമായിട്ടോ പലിശ നിരക്കുമായിട്ടോ ബന്ധമില്ല, ഇൻഡിപെൻഡൻറ്റ് ഫാക്ടറാണ്. പക്ഷേ ഇമ്പോർട്ട് എന്ന് പറയുന്നത് ദേശീയ വരുമാനവുമായിട്ട് പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്, പോസിറ്റീവ് ബന്ധമാണ് ഉള്ളത്. Thus, the higher the level of national income, the smaller will be any current account surplus or the larger any current account deficit. ദേശീയ വരുമാനം വളരെ കൂടുതലാണെങ്കിൽ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് കുറവായിരിക്കും, അതുപോലെ കറണ്ട് അക്കൗണ്ടിൽ ഡെഫിസിറ്റ് കൂടുതലായിരിക്കും. The net capital flow is a function of the domestic interest rate. ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഫംഗ്ഷനായിട്ടാണ് നെറ്റ് ക്യാപിറ്റൽ ഫ്ലോനെ സൂചിപ്പിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്തുള്ള പലിശ നിരക്ക്. നെറ്റ് ക്യാപിറ്റൽ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്യാപിറ്റൽ ഔട്ട് ഫ്ലോയും ക്യാപിറ്റൽ ഇൻഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നെറ്റ് ക്യാപിറ്റൽ ഫ്ലോ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത് രാജ്യത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന ക്യാപിറ്റലിനെ ഔട്ട് ഫ്ലോ എന്നും രാജ്യത്തിനകത്തേക്ക് വരുന്നതിനെ ക്യാപിറ്റൽ ഇൻഫ്ലോ എന്നുമാണ് പറയുന്നത്. Assuming that the rate of interest in the rest of the world is fixed. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് നമ്മൾ ഏത് രാജ്യത്തെയാണോ പരിഗണിക്കുന്നത് ആ രാജ്യം ഒഴികെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളുടെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സഡ് ആണെന്ന് അസ്യൂം ചെയ്യാം. The higher the domestic interest rate, the greater the capital inflow into the country. ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണെങ്കിൽ രാജ്യത്തിനകത്തേക്ക് വരുന്ന ക്യാപിറ്റലിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഗ്രേറ്റർ ദ ക്യാപിറ്റൽ ഇൻഫ്ലോ കൂടുതലായിരിക്കും. സ്മോളർ എനി ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, അതുപോലെ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ കുറവായിരിക്കും. സിൻസ് ദ ബി പി കർവ് ഷോസ് ഇക്വിലിബ്രിയം ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, എ പോസിറ്റീവ് കെ ഇൻഡിക്കേറ്റ്സ് നെറ്റ് ഇൻഫ്ലോ ഓഫ് ക്യാപിറ്റൽ, വെറാസ് എ നെഗറ്റീവ് കെ ഇൻഡിക്കേറ്റ് നെറ്റ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാപിറ്റൽ. ബി പി കർവ് സൂചിപ്പിക്കുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തെയാണ്. അതുപോലെ ഒരു ഗ്രാഫിൽ കെയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? അത് ക്യാപിറ്റലിൻ്റെ നെറ്റ് ഇൻഫ്ലോനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ കെ എന്നുള്ളത് നെഗറ്റീവ് ആണെങ്കിൽ അത് ക്യാപിറ്റലിൻ്റെ ഔട്ട്ഫ്ലോയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് ബി പി കർവിൻ്റെ ഡെറിവേഷൻ ആണ്. ഗ്രാഫ് ഉപയോഗിച്ച് പഠിക്കണം. ഇതിൽ 4 പാർട്ടാണ് വരുന്നത്. 4ാമത്തെ പാർട്ടിലാണ് ബി പി കർവിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാമത്തെ ഭാഗം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഭാഗത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അക്കൗണ്ട് ആൻഡ് ദ ലെവൽ ഓഫ് നാഷണൽ ഇൻകം.
ആണ് പാർട്ട് എ. പാർട്ട് എയിൽ കൊടുത്തിരിക്കുന്നത് ദേശീയ വരുമാനവും അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ദെൻ ഇനി കറണ്ട് അക്കൗണ്ട് ബാലൻസ് കർവിന്റെ സ്ലോപ്പ് നമുക്കറിയാം, അത് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. കറണ്ട് അക്കൗണ്ട് ബാലൻസ് കർവ് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് കർവ് ബിക്കോസ് ഇൻക്രീസ് ഇൻ ഇൻകം ലീഡ് ടു എ ഡിറ്റീരിയറേഷൻ ഇൻ ദി കറണ്ട് അക്കൗണ്ട്. അപ്പോൾ അത് നെഗറ്റീവ് സ്ലോപ്പിൽ കൊടുക്കാനുള്ള കാരണം വരുമാനം കൂടുകയാണെങ്കിൽ കറണ്ട് അക്കൗണ്ട് കുറയുന്നതിന് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. വരുമാനം Y1 ആണെങ്കിൽ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് C1A എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ സർപ്ലസ് ആണ്, പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ വരുമാനം Y2 ആയിട്ട് കൂടുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആയിരിക്കും, അത് CA2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് പാർട്ട് ബി ആണ്. ദ 45-degree ലൈൻ ഇൻ പാർട്ട് ബി ഓഫ് ദ ഫിഗർ കൺവേർട്ട് ദ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ടു ആൻ ഈക്വൽ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഓർ ഇൻഫ്ലോ. അപ്പോൾ പാർട്ട് ബിയിലെ 45-degree ലൈൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, അതൊരു ഈക്വാളിറ്റീനെ കാണിക്കാൻ വേണ്ടിയാണ്. അതായത് കറണ്ട് അക്കൗണ്ടിൽ ഉണ്ടാകുന്ന സർപ്ലസ് എത്രയാണോ അത് തന്നെയായിരിക്കും ക്യാപിറ്റൽ ഔട്ട്ഫ്ലോയുടെ എമൗണ്ട്. അതുപോലെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എത്രയാണോ വരുന്നത് അത് തന്നെയായിരിക്കും ക്യാപിറ്റൽ ഇൻഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് C1A ആണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇക്വിലിബ്രിയം എൻഷുർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ എത്രയായിരിക്കണം, ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ K1 ആയിരിക്കണം. Then current account deficit CA2 requires capital inflow of K2. അതുപോലെ കറണ്ട് അക്കൗണ്ടിൽ വരുന്ന ഡെഫിസിറ്റ് CA2 ആണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ ഇൻഫ്ലോ എത്ര വേണം, K2 എന്ന രീതിയിൽ ക്യാപിറ്റൽ ഇൻഫ്ലോയും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് പാർട്ട് സി എന്താണെന്ന് നോക്കാം. ദ ക്യാപിറ്റൽ ഫ്ലോ കർവ് ഈസ് ഷോൺ ഇൻ പാർട്ട് സി ഓഫ് ദി ഫിഗർ. പാർട്ട് സിയിൽ കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ ഫ്ലോ കർവ് ആണ്. ദ ക്യാപിറ്റൽ ഫ്ലോ കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ ക്യാപിറ്റൽ ഫ്ലോ കർവിൻ്റെയും ആകൃതി എന്ത് തന്നെയാണ്, നെഗറ്റീവ് സ്ലോപ്പ് തന്നെയാണ്. കാരണം എന്താ, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് എൻകറേജസ് എ നെറ്റ് ക്യാപിറ്റൽ ഇൻഫ്ലോ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ ക്യാപിറ്റൽ ഇൻഫ്ലോ കൂടുതലായിരിക്കും, വേറാസ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് എൻകറേജ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ. അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ കൂടുതലായിരിക്കും. ഉദാഹരണം ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് R1 ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ എത്രയാണ്, K1 ആയിരിക്കും. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് R2 ആയിട്ട് കൂടുകയാണെങ്കിൽ ക്യാപിറ്റൽ ഇൻഫ്ലോ K2 ആയിരിക്കും. അപ്പോൾ ഇതാണ് സി പാർട്ടിൽ പറയുന്ന കാര്യം. ഇനി നമ്മൾ ഡി പാർട്ടിലേക്ക് വരികയാണ്. ഡി പാർട്ടിൽ എന്താണ്, ഡി പാർട്ടിലാണ് BP കർവിന്റെ ഡെറിവേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ BP കർവ് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നത്, ദ BP കർവ് ഇൻ പാർട്ട് ഡി ഈസ് ഡിറൈവ്ഡ് ഫ്രം അതർ പാർട്സ് ഓഫ് ദി ഫിഗർ. ഈ ഗ്രാഫിന്റെ മറ്റു ഭാഗങ്ങൾ ചേർത്താണ് നമ്മൾ ഡി പാർട്ട് വരയ്ക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അസ്യൂം ദാറ്റ് ദ ഇൻകം ലെവൽ ഈസ് Y1 ഇൻ പാർട്ട് എ വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ സർപ്ലസ് ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് C1A. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പാർട്ട് എയിലെ Y1 എന്നുള്ള ഇൻകം ലെവൽ നോക്കുക. അപ്പോൾ ഈ Y1 എന്ന് പറയുന്ന ഇൻകം ലെവൽ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ കറണ്ട് അക്കൗണ്ട് സർപ്ലസുമായി ബന്ധപ്പെട്ടതാണ്. C1A എന്ന് പറയുന്ന കറണ്ട് അക്കൗണ്ട് സർപ്ലസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. The offsetting capital outflow is K1 which is associated with the interest rate R1 in part C. ഇനി പാർട്ട് എയിലെ സർപ്ലസ് CA1 ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തുല്യമായിട്ട് വരുന്ന ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ K1 ആണ്. ആ K1 എന്ന് പറയുന്ന ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ R1 എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Bringing together an income of Y1 from part A and interest rate of R1 from part C yield a combination of Y and R at which the balance of payment is in equilibrium. അപ്പോൾ പാർട്ട് എയിൽ നിന്ന് Y1 എന്ന വരുമാനത്തെയും പാർട്ട് സിയിൽ നിന്ന് R1 എന്ന പലിശ നിരക്കിനെയും ചേർക്കുമ്പോൾ വരുമാനത്തിൻ്റെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ നമുക്ക് ലഭിക്കും. ആ ഒരു കോമ്പിനേഷനകത്ത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. If income is equal to Y2, the balance of payment is in deficit, which is to be offset by capital inflow K2, which requires a higher interest rate R2. ഇനി ഇവിടെ വരുമാനം പാർട്ട് എയിലെ വരുമാനം Y2 ആണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ആണ് വരുന്നത്. ആ ഡെഫിസിറ്റിനനുസരിച്ച് വരുന്ന ക്യാപിറ്റൽ ഇൻഫ്ലോ K2 ആണ്. അതിനകത്ത് വരുന്ന ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് R2 ആണ്. Income level Y2 and interest rate R2 gives us a different points of balance of payment. അപ്പോൾ R2 എന്ന് പറയുന്ന പലിശ നിരക്കും Y2 എന്ന് പറയുന്ന ഇൻകം ലെവലും ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒരു ഡിഫറൻറ്റ് പോയിന്റ് ആണ് നമുക്ക് തരുന്നത്. പാർട്ട് സിയിൽ നിന്ന് R2 എന്ന് പറയുന്ന പലിശ നിരക്കും പാർട്ട് എയിൽ നിന്ന് Y2 എന്ന് പറയുന്ന ഇൻകവും ചേർക്കുമ്പോൾ വീണ്ടും വരുമാനത്തിൻ്റെയും ഇൻകത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ കൂടി നമുക്ക് ലഭിക്കുന്നു. ഈ രണ്ട് കോമ്പിനേഷൻസിനെയും ചേർത്ത് വരയ്ക്കുമ്പോഴാണ് BP കർവ് ലഭിക്കുന്നത്.
BP curve is a positively sloping curve indicating that balance of payment equilibrium will be attained at combinations of relatively high interest rate and relatively high income levels or relatively low interest rate and relatively low income levels. അപ്പോൾ ഇവിടെ BP കർവിൻ്റെ സ്ലോപ്പും പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത്. കാരണം എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റും ഇൻകവും കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റും ഇൻകവും കുറവായിരിക്കണം. അതൊരു പോസിറ്റീവ് റിലേഷൻ ആണ്. അതുകൊണ്ടാണ് BP കർവിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആയത്. ഹയർ ലെവൽസ് ഓഫ് ഇൻകം കോസ് ഡിറ്റീരിയറേഷൻ ഇൻ ദി കറന്റ് അക്കൗണ്ട് വിച്ച് നെസസിറ്റേറ്റ് റെഡ്യൂസഡ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ. വരുമാനത്തിലുണ്ടാകുന്ന വർധനവ് കറന്റ് അക്കൗണ്ടിൽ ഡിറ്റീരിയറേഷൻ അല്ലെങ്കിൽ തകർച്ച ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ കുറയും അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻഫ്ലോ കൂടും. റിക്വയറിങ് എ ഹയർ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ അതിനെന്ത് വേണം? ഒരു വളരെ ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആവശ്യമാണ്. On the other hand, lower levels of income leads to the creation of a current account surplus which necessitate increased capital outflow or lower capital inflow requiring a lower domestic interest rate. അപ്പോൾ ഇവിടെ വരുമാനം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ കറന്റ് അക്കൗണ്ടിൽ സർപ്ലസ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ വർദ്ധിക്കും അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻഫ്ലോ കുറയും. അപ്പോൾ അവിടെ എന്താവശ്യമാണ്? ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ആ ഒരു പോസിറ്റീവ് റിലേഷനിൽ പറയുന്നത്. Every point on the BP curve shows a combination of domestic income and rate of interest at which the overall balance of payment is in equilibrium. ഇനി BP കർവിൻ്റെ ഏതൊരു പോയിന്റ് എടുത്താലും അതിനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും ഡൊമസ്റ്റിക് ഇൻകത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് കാണിക്കുന്നത്. ആ ഒരു കോമ്പിനേഷനിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എപ്പോഴും ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. ഇനി അതിൻ്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പോയി കഴിഞ്ഞാൽ അവിടെ വരുന്നത് ഡിസിക്വിലിബ്രിയം ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. At points to the left of the BP curve, the overall balance of payment is in surplus. ഇപ്പോൾ BP കർവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ സർപ്ലസ് ആയിരിക്കും. വെറാസ് ടു ദ റൈറ്റ് ഓഫ് ദ BP കർവ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് ഇൻ ഡെഫിസിറ്റ്. റൈറ്റിലാണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ആയിരിക്കും. പക്ഷേ BP കർവിലാണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിലും ആയിരിക്കും. ദ സ്ലോപ്പ് ഓഫ് ദ BP കർവ്സ് ഡിറ്റർമിൻഡ് ബൈ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മൊബിലിറ്റി. ഇനി BP കർവിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ചരിവിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മൊബിലിറ്റി. ഇഫ് ക്യാപിറ്റൽ ഈസ് പെർഫെക്റ്റ്ലി മൊബൈൽ ഇൻ്റർനാഷണലി ദ BP കർവ് വിൽ ബി എ ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ. അന്താരാഷ്ട്ര തലത്തിൽ ക്യാപിറ്റൽ പെർഫെക്റ്റ്ലി മൊബൈൽ ആണെങ്കിൽ BP കർവിൻ്റെ ആകൃതി എങ്ങനെയായിരിക്കും? ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇഫ് ക്യാപിറ്റൽ ഈസ് പെർഫെക്റ്റ്ലി ഇമ്മൊബൈൽ ദ BP കർവ് വിൽ ബി എ വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ. ഇനി അവിടെ നമുക്ക് എന്താണ്? പെർഫെക്റ്റ്ലി ഇമ്മൊബൈൽ ആണെങ്കിൽ ക്യാപിറ്റലിന് മൊബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ BP കർവിൻ്റെ ആകൃതി വെർട്ടിക്കലായിട്ടാണ് വരയ്ക്കുന്നത്. എക്സ് ആക്സിസിന് വെർട്ടിക്കലായിരിക്കും. എ പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് BP കർവ് ഇംപ്ലൈസ് ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. ഇംപെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റിനെയാണ് പോസിറ്റീവ് സ്ലോപ്പിങ്ങിലുള്ള BP കർവ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക്